കമാൽ പാഷ, ഇവിടെ കോടതിയിൽ നിന്ന് തന്നെ ഈ രീതിയിലുള്ള ഒരു രൂക്ഷ വിമർശനം SITക്ക് നേരിടേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ വിലയിരുത്തേണ്ടത്? ഒരു രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങുകയാണ് SIT എന്ന് തന്നെയാണോ കാണേണ്ടത്? സംശയമില്ല. അതായത് ഇവിടെ ഈ പത്മകുമാറിന്റെ അറസ്റ്റോടുകൂടി അതുവരെ അന്വേഷണം വളരെ വേഗത്തിൽ മുന്നോട്ട് നീങ്ങി. ആ വാസുവിന്റെ അറസ്റ്റ് കഴിഞ്ഞപ്പോഴേ ഒന്ന് പമ്മി, പിന്നെ നിവൃത്തിയില്ലാതെ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തു. അവിടെ വരെ കുറച്ച് കഴിഞ്ഞ് അങ്ങ് പോയി. അത് കഴിഞ്ഞതിന് ശേഷം അങ്ങ് മുരടിച്ചു വന്നിച്ച് അങ്ങ് നിന്ന്, പിന്നെ ഇത് മതി. അതായത് മോളിൽ നിന്നുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ഇത്രയും മതി, വേറെ ഒന്നും വേണ്ട. SIT നിയമിച്ചത് അത് അവരെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് ഹൈക്കോടതി ആണെങ്കിൽ പോലും ഈ അതിലെ അംഗങ്ങളെന്ന് പറയുന്നവര് ഇവിടുത്തെ ഗവൺമെന്റിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്നവരാണ്. ഈ സർക്കാരിന്റെ കീഴിലുള്ള പോലീസുകാരല്ലേ. അപ്പൊ അവര് നോക്കിയപ്പോ എന്താണെന്നറിയോ, ഈ ഗവൺമെന്റ് അങ്ങ് തീരുമാനിച്ചു, മതി, ഇത്രയും മതി, ഇവിടെ കൊണ്ട് മതി, പത്മകുമാറിൽ അങ്ങ് നിൽക്കട്ടെ, അതിന്റെ മുകളിലോട്ടൊന്നും പോകണ്ട, ഇനി വേറെ ആരുണ്ടെങ്കിലും. കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണമെങ്കിൽ പോലും കാര്യമില്ലെന്നാണോ? ഒന്നുമില്ല. കാരണം ഇത് ഇപ്പൊ ഇവിടുത്തെ പോലീസുകാരല്ലേ, യവന്മാര് പറയുന്നത്, സർക്കാർ പറയുന്നത് അവര് കേൾക്കും. അതല്ലാതെ ഹൈക്കോടതി പറയുന്നതാണോ അവര് ചെയ്യുന്നത്? ഹൈക്കോടതിക്ക് മാത്രമല്ല, ഇന്ന വിധത്തിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സിന്റെ പ്രൊറോഗേറ്റീവ് അല്ലേ ഇങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തത്. പക്ഷെ ഇതിനകത്ത് പത്മകുമാറിനെ പിടിച്ചു, പത്മകുമാറിന്റെ കൂടെ ഉള്ള ബോർഡ് അംഗങ്ങളെ ഇല്ല. അതിന്റെ ന്യായം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇവർക്കറിയാമായിരിക്കും, കാരണം അവര് രാഷ്ട്രീയക്കാരാണ്. സർക്കാർ തീരുമാനിച്ചു ഇവിടെ നിന്നാ മതി, ഇത്രയും മതി, ഇനി കൂടുതലും അങ്ങോട്ട് കടന്നു പോണ്ട. ഇത് യഥാർത്ഥത്തിൽ ഈ നമ്മൾ കാണുന്ന ഒന്നുമല്ല. ഈ ഇൻവെസ്റ്റിഗേഷൻ, അതായത് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇന്റർനാഷണൽ റാമിഫിക്കേഷൻസ് ഉള്ള മാറ്റമാണിത്. കാരണം അതേപോലെ ഇതിന്റെ ഈ സ്വർണ്ണപ്പാളിയൊക്കെ കടത്തിക്കൊണ്ട് പോയേക്കുന്നതെന്നൊക്കെ പറഞ്ഞ ആന്റിക് വാല്യൂ വളരെ വലുതാണ്. 500 കോടി മുതൽ 1000 കോടി രൂപ അതിന് മുകളിലോട്ടൊക്കെ വരുന്നതാണ്. അതെല്ലാം വാങ്ങിയെടുത്ത്, അല്ലാതെ ഈ 30 കിലോ സ്വർണത്തിന് വേണ്ടിയൊന്നുമുള്ള പണിയല്ലത്. അത് ആദ്യം മനസ്സിലാക്കണം. അതാ കാര്യം. അപ്പൊ അത് ആ രീതിയിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനാണല്ലോ. മാത്രമല്ല, ഇതിലിപ്പോൾ ED കേസെടുത്ത് അന്വേഷിക്കുമെന്ന ഒരു നിലയെത്തിയിരിക്കുകയാണല്ലോ. പക്ഷേ ഇതിനെയും കോൺഗ്രസ് പറയുന്നത് അതൊരു ഡീലിന്റെ ഭാഗമായി എത്തുന്നതാണ് എന്നാണ്. എങ്ങനെയാണ് താങ്കൾ ഇതിൽ കാണുന്നത്? ED വരുന്ന ഇത് ഒതുക്കാൻ വരുന്നതാ, വേറെ കാര്യമൊന്നുമല്ല. ED വരുന്നത് ഏത് കേസായാലും ED ഇവിടെ കുറെ അന്വേഷിച്ച് നമ്മൾ കണ്ടല്ലോ, എല്ലാം ശരിയാക്കി കൊടുത്തില്ലേ. അതേപോലെ ചുരുട്ടി കെട്ടിക്കാനായിട്ട് വരുന്നതാണ്. അത് SIT അന്വേഷണം ഹൈജാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നു എന്നാണ്. അത് വെറുതെ അതെ, അത് സ്റ്റോൾ ചെയ്യാൻ വരുന്നതാണ് ഇത് അന്വേഷണം. അതിനുവേണ്ടി വരുന്ന, അല്ലാതെ വേറെ യാതൊരു കാര്യമില്ല ഇതിനകത്ത്. ഇപ്പൊ ഇന്ന് കോടതി പറഞ്ഞതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം ഇതൊന്നുമല്ല. അയ്യപ്പ ഭക്തരുടെ, അതായത് മതവിശ്വാസത്തെ പോലും ഹനിക്കുന്ന വിധത്തിലുള്ള പണികളാണ് ഈ സ്വർണ്ണക്കൊള്ള ഉണ്ടാക്കിയേക്കുന്നതെന്ന് പറഞ്ഞു. ആ പറയാൻ കാരണമുണ്ട്. ഇത് വിളിച്ചു പറഞ്ഞ ഒരു പാട്ടിന് കേസെടുത്തേക്കാണ്, മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നത്. ഈ മോഷ്ടിച്ചതല്ല, അയ്യപ്പന്റെ സ്വർണ്ണം കൊള്ളയടിച്ചതാണ് മതവിശ്വാസത്തെ വ്രണപ്പെടുത്തിയേക്കുന്ന ഏറ്റവും വലിയ കാര്യം. അല്ലാതെ ഈ പാട്ടുണ്ടാക്കിയതല്ല. അതിനാ പാട്ടുണ്ടാക്കിയ അവരുടെ തോളെ കയറാൻ പോവുക. അതാണ്. പക്ഷെ അതിലിപ്പോൾ എന്തായാലും പിന്നോട്ട് പോകുന്നു എന്നാണ് മനസ്സിലാകുന്നത് കേസിൽ നിന്ന്. പിന്നോട്ട് പോകുമല്ലോ. പോയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? പോയില്ലെങ്കിൽ വളരെ മോശമാവും സ്ഥിതി. ഇതിപ്പോ എനിക്കറിയാവുന്ന എത്രയോ പേരെ ആളുകളുണ്ടല്ലോ, ഈ പാട്ട് അവർ പറഞ്ഞേക്കുന്ന കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും 50 പ്രാവശ്യം കൂടുതൽ കേട്ടിട്ടുണ്ട് ഈ പാട്ട്. ആളുകളുടെ നാവിൻ തുമ്പത്ത് ഈ പാട്ടാണ് നിൽക്കുന്നതെന്നാണ് അവര് പറയുന്നത്. അതാണ് കാര്യം. ഏതായാലും നന്ദി ശ്രീ ജസ്റ്റിസ് കമാൽ പാഷ പ്രതികരിച്ചത്.